ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനത്തിന്റെ മുഖ്യ ആസൂത്രകൻ പിടിയിൽ. കർണാടക സ്വദേശി മുസമ്മിൽ ഷെരീഫിനെയാണ് NIA അറസ്റ്റ് ചെയ്തത്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിലേക്കാണ് വീണ്ടും പോകുന്നത്. മനേഷ് മൂർത്തി അതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മനേഷ്, വിവരങ്ങൾ എന്താണ്? ശ്രീജിത്ത്, NIA അറസ്റ്റിലായിട്ടുള്ളത് ഒരാളെയാണ്. അതിൽ 3 പേരെ NIA ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാളെ ഇപ്പോൾ NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കർണാടക സ്വദേശിയായിട്ടുള്ള മുസമ്മിൽ ഷെരീഫ് എന്ന് പറയുന്നയാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് സ്ഫോടനത്തിൽ നേരിട്ട് പങ്കെടുത്തയാളല്ല. മറ്റ് 2 പേർ, അതായത് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള 2 പേർ, അവർ 2 പേരും സ്ഫോടനത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളാണ്. അതൊന്ന് മുസഫിർ ഷസീബ് ഹുസൈൻ എന്ന് പറയുന്നയാളാണ്, മറ്റൊന്ന് അബ്ദുൾ മജീദ് താഹ. ഇതിൽ ഈ മുസഫിർ എന്ന് പറയുന്നയാളാണ് സ്ഫോടനം നടത്തിയത് എന്നും NIA കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ 2 പേരും ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്, NIA പറയുന്നത്. മാത്രമല്ല, കർണാടക, തമിഴ്നാട്, ഉത്തർപ്രദേശ് ഈ 3 സംസ്ഥാനങ്ങളിൽ നടത്തിയ റെയ്ഡിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെന്നൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ, കർണാടകയിലെ വിവിധ മേഖലകളിലൊക്കെ NIA റെയ്ഡുകൾ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം NIA തന്നെ പുറത്തുവിടുന്നത്. അത് കർണാടക സ്വദേശി മുസമ്മിൽ ഷെരീഫാണ്. ഇവർക്ക് പുറത്തു നിന്നുള്ള സഹായങ്ങൾ, അതായത് സ്ഫോടനം നടത്താനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ഈ മുസമ്മിൽ ഷെരീഫാണ് എന്നുള്ളതാണ് NIA പറയുന്നത്. മറ്റ് 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപകമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ് NIA അറിയിക്കുന്നത്. അതായത് മാർച്ച് 1 തീയതിയാണ് അറസ്റ്റ് ഉണ്ടാകുന്നത്. കൃത്യം 28 ദിവസങ്ങൾക്ക് ശേഷമാണ് NIA എന്തായാലും ഈ കേസിൽ ഒരാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകുകയായിരുന്നു ചെന്നൈയിൽ നിന്ന്.